Good morning, dear students. Last class we discussed about two kinds of the indigo cultivation. Those we called niche cultivation and righty cultivation. There are two kinds of the indigo cultivation during the period of British. First one is that niche cultivation and second one is that righty cultivation. Niche and righty cultivation. Okay, what is niche cultivation? Under the niche cultivation, a planter cultivate indigo in the land he directly owned, either he bought or rented from zamindar. Under the niche cultivation, a planter cultivate indigo in the land he directly owned, either he bought or rented ഫ്രം ജമീന്ദാർ. അപ്പോൾ ഒരു ജമീന്ദാറുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങുകയോ റെൻറ്റിനെടുക്കുകയോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഭൂമിയിൽ സ്വന്തമായി കൾട്ടിവേറ്റ് നടത്തുക, പ്ലാന്റർ കൾട്ടിവേറ്റ് നടത്തുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിജ് കൾട്ടിവേഷൻ. ഓക്കെ, അണ്ടർ ദി നിജ് കൾട്ടിവേഷൻ എ പ്ലാന്റർ കൾട്ടിവേറ്റ് ഇൻഡിഗോ ഇൻ ദ ലാൻഡ് ഈ ഡയറക്റ്റ്ലി ഓൺഡ്, ഒന്നുകിൽ അദ്ദേഹം സ്വന്തം വാങ്ങിയതായിരിക്കാം, either he bought or rented from the zamindar. Okay, so the next one, righty cultivation. Under the righty cultivation, a planter forced the right, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശ്രദ്ധിക്കുക, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. റൂട്ട് അല്ല, റൈറ്റ് മീൻസ് ദി ഫാമർ. ഓക്കെ, റൈറ്റ് വാരി നമ്മൾ മുമ്പ് പഠിച്ചതാണ് റൈറ്റ്. അണ്ടർ ദി റൈറ്റി കൾട്ടിവേഷൻ എ പ്ലാന്റർ ഫോഴ്സ്ഡ് റൈറ്റ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ ബൈ സൈനിങ് ആൻ എഗ്രിമെൻറ്റ്, ചട്ടം. ഓക്കെ, അണ്ടർ ദി റൈറ്റി കൾട്ടിവേഷനിൽ ഒരു പ്ലാന്റർ സ്വന്തമായിട്ടല്ല ചെയ്യുന്നത്. നിജ് കൾട്ടിവേഷനിൽ പ്ലാന്റർ സ്വന്തമായിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നാൽ റൈറ്റി കൾട്ടിവേഷനിൽ ഒരു പ്ലാന്റർ മറ്റൊരു റൈറ്റ് അല്ലെങ്കിൽ ഒരു കർഷകനെ നിർബന്ധിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. ബൈ സൈനിങ് ആൻ എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നിർബന്ധിക്കുകയാണ്. എഗ്രിമെൻറ്റിന് നമ്മൾ തമിഴിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ സട്ട, അല്ല ചട്ടം എന്നാണ് പറയുക. ചട്ടം, അതാണ് സട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? ചട്ടം എന്നുള്ള അർത്ഥമാണ്. ഒരു എഗ്രിമെൻറ്റ്, ഒരു റൂൾ, അതിലെന്ത് ചെയ്യാണ്? സെയിം. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ ദ നിജ് കൾട്ടിവേഷൻ ആൻഡ് റൈറ്റി കൾട്ടിവേഷൻ. ഓക്കെ, clear? So now we are moving to the next one. Under the indigo cultivation, the British people cruelly exploited indigo peasants. During the British period, the British people maximum ruthlessly exploited indigo peasants in different ways. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇൻഡിഗോ പെസൻസിനെ ബ്രിട്ടീഷുകാർ ക്രൂരമായ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തു. പല മാർഗങ്ങളിലൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഈ എക്സ്പ്ലോയിറ്റ് ചെയ്തത് പല മാർഗങ്ങളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഇൻഡിഗോ പെസൻസിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത പല മാർഗങ്ങളാണ്. ഒന്നാമത്തെ മാർഗം, പ്ലാന്റർ പ്രൊവൈഡ് ക്യാഷ് ഇൻ അഡ്വാൻസ് ടു ദ പെസൻസ് വിത്ത് ലോ ഇൻട്രസ്റ്റ്. പ്ലാന്റർ provides the cash in advance to the peasants or riots with low interest. കുറഞ്ഞ പലിശക്ക് മുൻകൂറായിട്ട് പണം കൊടുത്തുകൊണ്ട് പെസൻസിനെ കൊണ്ട് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിക്കണം. അപ്പോൾ പെസൻസിന് മുൻകൂറായിട്ട് കടം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാണ്? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ എക്സ്പ്ലോയിറ്റേഷൻ. ദ പ്ലാന്റർ എന്ന് പറഞ്ഞാൽ തോട്ടമുടമ. സത്യത്തിൽ പ്ലാന്റർ അല്ല പണം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കുന്നത് വില്ലേജ് ഹെഡാണ്. അപ്പോൾ ഈ പ്ലാന്റർ പ്രൊവൈഡ് ദ ക്യാഷ് ഇൻ അഡ്വാൻസ് ടു ദ പെസൻസ് വിത്ത് ലോ ഇൻട്രസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ മാർഗം, വെൻ ദ റൈറ്റ്സ് സൈൻഡ് ദ ബോണ്ട്. റൈറ്റ്സ് ബോണ്ടിൽ സൈൻ ചെയ്താൽ ഹി ഹാസ് ടു ബി ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദി ലാൻഡ്. വെൻ ദ റൈറ്റ്സ് സൈൻഡ്, റൈറ്റ് എങ്ങാനും ഇതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഹി ഹാസ് ടു ബി ഫോഴ്സ്ഡ്, നിർബന്ധമായിട്ടും
അയാളെ എന്താവും നിർബന്ധിക്കപ്പെടും ടു കൾട്ടിവേറ്റ് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദി ലാൻഡ്. അയാളുടെ കൃഷിഭൂമിയുടെ 25% നിർബന്ധമായിട്ടും കൃഷി ചെയ്തോളണം. ഓക്കെ, 25% ഓഫ് ദി ഹിസ് ഫാം ലാൻഡ് ഹി ഷുഡ് കൾട്ടിവേറ്റ് ഇൻഡിഗോ. Okay, then what problem? The planter provides the drill and the seed to cultivators, but the peasants has to prepare the soil, sowed the seed and look after the crop. പ്ലാന്റർ എന്ത് ചെയ്യും? പെസൻസിന് വേണ്ട, റൈറ്റ്സിന് വേണ്ട ഡ്രില്ല് മെഷീനുകളും അതേപോലെ സീഡ്സൊക്കെ കൊടുക്കും. പക്ഷേ the main duty or main functions of the peasants has to prepare the soil. മണ്ണൊരുക്കി വെക്കണം, വിത്ത് നടണം, ആൻഡ് ക്രോപ്സിനൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ക്രോപ്സ് നോക്കുന്നതും മണ്ണ് റെഡിയാക്കി വെക്കുന്നതും വിത്ത് നടുന്നതൊക്കെ പെസൻസിൻ്റെ ഡ്യൂട്ടിയാണ്. എന്നാൽ പ്ലാന്റർ ഡ്രില്ലും അതേപോലെ തന്നെ സീഡ്സും കൾട്ടിവേറ്റേഴ്സിന് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരുതരം എക്സ്പ്ലോയിറ്റേഷനാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റീരിയർ പാർട്ടിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ഓക്കെ, നോക്കൂ നിങ്ങൾ, പ്ലാന്റർ പ്രൊവൈഡ് ക്യാഷ് ഇൻ അഡ്വാൻസ് ടു ദ പെസൻസ് വിത്ത് ലോ ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വെൻ ദ റൈറ്റ്സ് സൈൻഡ് ദ ബോണ്ട് ഹി ഹാസ് ടു ബി ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദി ലാൻഡ്. Then planter provide the drill and seeds to the cultivators, but the peasants has to prepare the soil, sow the seeds and look after the crop. Then when the work completed, the planter allowed the next loan. The peasants understand how harsh the system was. ഒരു വർക്ക് കംപ്ലീറ്റ് ആയാൽ പ്ലാന്റർ അടുത്ത ലോൺ അലൗ ചെയ്യും. പെസൻസ് മനസ്സിലാക്കിയത് എന്താ? ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത ലോണ് എന്താവുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദർ വിൽ ബി നോ ലോൺ. ദാറ്റ് മീൻസ് ദ പെസൻസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർഷ് ദി സിസ്റ്റം വാസ്. എത്രമാത്രം കഠിനപരമായിരുന്നു ഈ സിസ്റ്റം. ഇതൊരു ട്രാപ്പാണ്. പെസൻസ് വർക്കെങ്ങാനും കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് ഹി വിൽ നോട്ട് അലൗ ദ ലോൺ. The peasants is in trouble and in trap. Okay, so that is the another important means of the exploitation of indigo peasants under the British rule. Then next one, the peasants cultivate the land that already prepared for the paddy cultivation. Actually, Indian peasants maximum try and they prepared the soil for the paddy cultivation. On the same hand, what happened is that this paddy cultivatable land, the British people or planters forced the peasants to cultivate the indigo. സത്യത്തിൽ നമ്മൾ ഇന്ത്യയിലെ പെസൻസ് നന്നായിട്ട് നെല്ല് കൃഷി ചെയ്യേണ്ട നല്ല ഫെർട്ടൈൽ സോയിലാണ് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഹിസ് ഫെർട്ടൈൽ സോയിൽ ഹി ഹാസ് ടു ഫോഴ്സ് ടു കൾട്ടിവേറ്റ്. അപ്പം നെല്ല് കൃഷി ചെയ്യേണ്ട ഭൂമിയിൽ അവരെ കൊണ്ട് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടേക്ക് എന്താണ് സംഭവിക്കുന്നത്? ദ പുവർ പെസൻസ് ആൻഡ് ഹി മാക്സിമം ഫേസ്ഡ് ദ ട്രബിൾ. ഓക്കെ, so these are the main important ways. These are the different ways how Indian indigo cultivators or peasants or riots being exploited by the planters during the British period. Okay, and its after effect was the indigo revolt in 1859. We can see that blue rebellion. Blue rebellion means the revolt conducted by the indigo peasants against the British and planters. So that we called indigo revolt in 1859. Or we can see that the blue rebellion during the British period. Blue rebellion, നീലം കർഷകർ, അതായത് ബ്ലൂ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് പ്ലാന്റേഴ്സിനെതിരെ നടത്തിയ റിവോൾട്ടാണ് ബ്ലൂ റെബല്യൻ. ഓക്കെ, അത് എങ്ങനെയൊക്കെയാണ് ബ്ലൂ റെബല്യൻ നടത്തിയത്? ദ പെസൻസ് റെഫ്യൂസ്ഡ് ടു ഗ്രോ ഇൻഡിഗോ. ഓക്കെ, the peasants refused to grow indigo. Peasants refused to pay the rents and attacked the indigo factories armed with bows, arrows, spears and sword. So these are the different ways in which the indigo peasants conducted the rebel. Peasants refused to grow indigo. ചില പെസൻസ് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വിസമ്മതിച്ചു. ചില പെസൻസ് എന്ത് ചെയ്തു? റെൻ്റ് കൊടുക്കാൻ വിസമ്മതിച്ചു.
Some attacked indigo factories armed with bows, arrows, spears and sword. വാളും കുന്തവും അതേപോലെ തന്നെ അമ്പും വില്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിഗോ ഫാക്ടറികൾ അറ്റാക്ക് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ബ്ലൂ റെബല്യൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, എന്ത് ചെയ്തു, ആൻഡ് ദോസ് ഹു വർക്ക്ഡ് ആൻഡ് ഈവൻ ദ വിമൻസ് ഓൾസോ worked in this they also engaged in the blue rebellion to fight with pots, pan and kitchen implements. അടുക്കളയിലുള്ള പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിമൻസും ഈ ഇൻഡിഗോ റിവോൾട്ടിൽ പങ്കെടുത്തു. ദോസ് ഹു വർക്ക്ഡ് ഫോർ ദി പ്ലാന്റേഴ്സ് വേർ സോഷ്യലി ബോയ്ക്കോട്ടഡ്. പല ആളുകളും ഈ പ്ലാന്റേഴ്സിനെ ഒറ്റപ്പെടുത്തി. ആൻഡ് the gomastas means the agents of the planters. Okay, planters കൾട്ടിവേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന ഏജൻറ്റുമാരാണ് ഗൊമസ്താസ് were the agents the planters send to the പെസൻസിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ഏജൻറ്റുമാർ, ഓഫീസർമാരാണ് ഗൊമസ്താസ്. അപ്പോൾ ഗൊമസ്താസിനെയും പ്ലാന്റേഴ്സിനെയും ജനങ്ങൾ എന്ത് ചെയ്തു, ആട്ടി ഓടിച്ചു. Okay, when they come to collect the rent, actually the Indian peasants were and they peasants beaten them. Okay, sometimes they building the strongman maintained by and take the അപ്പോൾ അവരെ എന്ത് ചെയ്തു, പ്ലാന്റേഴ്സ് അവരെ ബീറ്റനപ്പ് ചെയ്തു. ആൻഡ് ദ റൈറ്റ്സ് സോർ ദാറ്റ് ദേ വുഡ് നോ ലോങ്ങർ ടേക്ക് അഡ്വാൻസസ് ടു സോ ഇൻഡിഗോ. അവർ വലിയൊരു പ്രതിജ്ഞ നടത്തി, ഞങ്ങൾ ഇനി അഡ്വാൻസ് വാങ്ങില്ല. അഡ്വാൻസ് വാങ്ങിപ്പോയതാണല്ലോ ഏറ്റവും വലിയൊരു ചതി നടന്നത്. അതിന് അഡ്വാൻസ് വാങ്ങില്ല എന്നവർ തീരുമാനിച്ചു. ദ ലാത്തി ബിൽഡിംഗ് സ്ട്രോങ് മെയിൻറ്റെയിൻഡ് ബൈ ദി പ്ലാന്റേഴ്സ്. ഓക്കെ, ആൻഡ് ഇൻഡിഗോ നോർ ബുള്ളീഡ് ബൈ ദ പ്ലാന്റേഴ്സ് ലാത്തിയാൾസ്. അതായത് ലാത്തി വെച്ചുകൊണ്ടാണ് അവരെ നിർബന്ധിപ്പിക്കുന്നത്. ഇതൊരിക്കലും നടക്കില്ല. അപ്പോൾ അഡ്വാൻസ് വാങ്ങില്ല. ഇതൊക്കെ ഓരോ വശങ്ങളാണ് കേട്ടോ, ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് നടത്തിയ വശങ്ങളാണ്. പെസൻസ് റെഫ്യൂസ്ഡ് ടു ഗ്രോ ഇൻഡിഗോ, പെസൻസ് റെഫ്യൂസ്ഡ് ടു പേ ദ റെൻറ്റ്സ്, attacked indigo factories armed with bows, arrows, spears and swords, and then women also engaged the indigo girl, and they socially boycotted the planters and the gomastas, and they take an oath or sword never accept the advances. Okay, so the next one is that in 1859 the indigo rights felt that they had the support of the local zamindars and the village headman, and their rebellion against the planters. In many villages, the indigo peasants were supported by the zamindars and local headmen. പല ഗ്രാമങ്ങളിലും ഇൻഡിഗോ പെസൻസിന് ജമീന്ദാസിൻ്റെയും വില്ലേജ് ഹെഡിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, വില്ലേജ് ഹെഡിൻ്റെയും നല്ല സപ്പോർട്ട് കിട്ടി. ഓക്കെ, ആൻഡ് ഇൻ അതർ പ്ലേസസ് ഈവൻ ദ ജമീന്ദാർസ് വെൻറ്റ് അറൗണ്ട് ദ വില്ലേജസ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വില്ലേജ് ഹെഡ്മാനും അതേപോലെ തന്നെ റൈറ്റ്സിന് ദേ ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ദി ലോക്കൽ ജമീന്ദാർസ് ആൻഡ് വില്ലേജ് ഹെഡ്മാൻ ഇൻ ദ റെബല്യൻ അഗെയിൻസ്റ്റ് ദ പ്ലാന്റേഴ്സ്. ഇൻ മെനി വില്ലേജസ് ഹെഡ്മാൻ ഹു ഹാഡ് ബീൻ ഫോഴ്സ്ഡ് ടു സൈൻ ഇൻഡിഗോ കോൺട്രാക്റ്റ്. അല്ലേ, കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില വില്ലേജ് ഹെഡ്മാനും ജമീന്ദാർസും പെസൻസിനെ നിർബന്ധിപ്പിച്ചു. പക്ഷേ ചില ഗ്രാമങ്ങളിൽ എന്താണ് സംഭവിച്ചത്, ചില ഗ്രാമങ്ങളിൽ അതർ പ്ലേസസ് ദ ജമീന്ദാർസ് went around the villages urging the riots to resist the planters. പ്ലാന്റേഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, എതിർക്കാൻ വേണ്ടി പല വില്ലേജസ് പേഴ്സണേഴ്സിനും അതായത് റയറ്റ്സിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ചില ജമീന്ദാർമാർ കർഷകരുടെ കൂടെ നിന്നപ്പോൾ ചില ജമീന്ദാർമാർ ബ്രിട്ടീഷുകാരെ കൂടെ നിന്നു. ബ്രിട്ടീഷുകാരെ കൂടെ നിന്ന ജമീന്ദാർസ് പറഞ്ഞ എന്താ, നിങ്ങൾ അവരുടെ ബോണ്ടിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ പെസൻസിൻ്റെ കൂടെ നിന്ന് ജമീന്ദാർസ് പറഞ്ഞു ഒരിക്കലും സൈൻ ചെയ്യരുതെന്ന് പറഞ്ഞു. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദീസ് ജമീന്ദാർസ് were unhappy with the increasing power of the planters and angry at being forced by the planters to give them land on long leases. ജമീന്ദാർസ് ഈ ഒരു പ്ലാന്റേഴ്സിൻ്റെ കാര്യത്തിൽ അൺഹാപ്പി ആയിരുന്നു. കാരണം ഈ പ്ലാന്റേഴ്സിൻ്റെ പവർ വർദ്ധിക്കുന്നു, ബ്രിട്ടീഷുകാരും അവരും ചേർന്നുകൊണ്ട് ഈ കൃഷിഭൂമി മുഴുവനായിട്ടും പിടിച്ചെടുക്കുന്നു. സോ ഇൻ ദിസ് കേസ് ദ ജമീന്ദാർസ് and they were unhappy. They totally against this kinds of the system, indigo peasants. Okay, in this case, and the British people strongly defected. Okay, so then what happened is that
The Indigo peasants also imagined that the British government would support them in their struggle against the planters. But after revolt of 1857, the British government was particularly worried about the possibility of another popular revolt, and when the news spread of the simmering the revolt in Indigo district, ബ്രിട്ടീഷുകാർ മറ്റൊരു റിവോൾട്ട് ഉണ്ടാവോ എന്ന കാര്യത്തിൽ അവർ ഭയപ്പെട്ടു. ഓക്കെ, ഈ സമയത്താണ് എന്ത് സംഭവിച്ചത്? ദ ലെഫ്റ്റനൻറ്റ് ഗവർണർ ടൂർഡ് ദ റീജിയൻ. ലെഫ്റ്റനൻറ്റ് ഗവർണർ ഇൻഡിഗോ പ്രോബ്ലംസ് കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലൊരു ടൂർ നടത്തി. സോ ദേ സറൗണ്ടഡ് ഇന്ത്യ. സോ ആൻഡ് ദേ ഫുൾ ടൂർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, and when the Bursell, the magistrate Ashley Eden issued a notice stating that the riots would not be compelled to accept the Indigo contract, and word went around the Queen Victoria had declared that Indigo need not be seen. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണർ ടൂർ നടത്തി. റൈറ്റ്സ് കണ്ടതെന്താ? സൈൻ ഓഫ് ദി ഗവൺമെൻറ് സിമ്പതി കിട്ടി. ഗവൺമെൻറ് സിമ്പതി കിട്ടിയത് എങ്ങനെയാണ്? ആഷ്ലെ ഈഡൻ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു, ഇനി മേലാൽ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിനെ ഒരിക്കലും കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, സോ അറൗണ്ട് ദ ക്വീൻ വിക്ടോറിയ ഡിക്ലെയർ ചെയ്തത് എന്താണ്? ഇനി മേലാൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള വലിയൊരു ഡിക്ലറേഷൻ നടത്തുകയും ചെയ്തു. ഓക്കെ, so in this case, and they wrote the misery of the riots and tyranny of the planters, and then worried by the rebellion, the government brought in the military to protect the planters from assault and set up the Indigo Commission to conquer into the system of indigo production. ഓക്കെ, വളരെ വൈകാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു. മാത്രമല്ല അവരെന്ത് ചെയ്തു? ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ദ കമ്മീഷൻ ഹെൽഡ് ദ പ്ലാന്റേഴ്സ് ബിൽ ആൻഡ് ക്രിറ്റിസൈസ്ഡ് ദം ഫോർ ദ കൊയ്സീവ് മെത്തേഡ്സ് ദ യൂസ്ഡ് വിത്ത് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ്. കമ്മീഷൻ എന്താ കണ്ടെത്തിയത്? ഇന്ത്യയിലെ കർഷകർ പാവപ്പെട്ടവരാണ്, അവരെ ബ്രിട്ടീഷുകാർ അവരെ വല്ലാതെ ഉപദ്രവിച്ചു എന്ന് കണ്ടെത്തി. ഇറ്റ് ഡിക്ലെയർഡ് ദാറ്റ് ഇൻഡിഗോ പ്രൊഡക്ഷൻ was not riots. The commission asked the riots to fulfill their existing contract, but also told them that they could refuse to produce indigo future. അപ്പോൾ ഭാവിയിൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യേണ്ട നിലവിലുള്ള കരാറുകളൊക്കെ പാലിച്ച് പെട്ടെന്ന് ഇൻഡിഗോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് എങ്ങനെയാണ് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിനോടൊരു സിമ്പതൈസ് ഉണ്ടാക്കിയത് എന്ന ഭാഗമാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. വാട്ട് ആർ ദി കോസസ് ഓഫ് ദ ഇൻഡിഗോ കൾട്ടിവേഷൻ ആൻഡ് how the British people being exploited the indigo cultivators, and how the British people exploited the indigo cultivators, and how the indigo cultivators conduct the rebellion against the British that we called Blue Rebellion. Under the Blue Rebellion, what are the things doing by the peasants? Okay, and the women also joined, how the different, and then finally what is the impact and what is the reaction of the British government towards the problems of the indigo cultivators. And indigo cultivator, the British people sympathized them. The lieutenant governor toured the region in the winter in 1859, and he saw that pathetic conditions of the indigo farmland. They appointed a commission also find that indigo was not a profitable, so it also demanded the peasants to complete the existing contract, never be continue in the future. Okay, ഇനി ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ സെൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.